ബലാത്സംഗ കേസിൽ നടൻ സിദ്ദിഖ് സ്വമേധയാ ഹാജരാകില്ല. അന്വേഷണ സംഘം നോട്ടീസ് നൽകിയാൽ മാത്രം ഹാജരായാൽ മതിയെന്ന നിയമോപദേശം. സിദ്ദിഖ് ഇപ്പോഴും ഒളിവിൽ തന്നെ. കേസിലെ തുടർ നടപടിയിൽ അന്വേഷണ സംഘത്തിന്റെ തീരുമാനം ഇന്ന്. നോട്ടീസ് നൽകി വിളിച്ചു വരുത്തി അറസ്റ്റ് രേഖപ്പെടുത്താനാണ് ആലോചന. എസ് രാഗിൻ കൊച്ചിയിൽ നിന്ന് സിദ്ദിഖിന്റെ വീടിന് മുന്നിൽ നിന്ന് ചേരുന്നുണ്ട്. ഒപ്പം തിരുവനന്തപുരത്ത് നിന്ന് അമൽ തേനംപറമ്പിലും പടമുകളിലെ സിദ്ദിഖിന്റെ വീടിന് മുന്നിൽ നിന്ന് ശ്യാം പ്രസാദ് ഉത്തമനും ഒക്കെ നമ്മുടെ പ്രതിനിധികളായി ഒപ്പം ചേരുകയാണ്. ആദ്യം രാഗിനിലേക്ക്. കൊച്ചിയിൽ സിദ്ദിഖിന്റെ വീടിന് മുന്നിലാണ് രാഗിൻ ഉള്ളത്. രാഗിൻ, ഇനിയും ഒളിഞ്ഞിരിക്കാൻ തന്നെയാണ് സിദ്ദിഖിന്റെ തീരുമാനമെന്ന് തോന്നുന്നു. അത്തരത്തിൽ നിയമോപദേശവും ലഭിച്ച സ്ഥിതിക്ക് ഉടനെ ഒന്നും അങ്ങോട്ടേക്ക് വരാനുള്ള സാധ്യതയില്ല. പക്ഷേ അപ്പോഴും ഈ അന്വേഷണ ഉദ്യോഗസ്ഥർക്ക് എന്താണാവോ പറയാനുള്ളതല്ലേ? കഴിഞ്ഞ 7 ദിവസമായി സിദ്ദിഖ് ഒളിവിലാണ്. പക്ഷേ ഇപ്പോൾ ആ നിലയിൽ തുടരേണ്ട ഒരു ആവശ്യവുമില്ല. കാരണം ഇടക്കാല ജാമ്യം, അതായത് അറസ്റ്റ് തടഞ്ഞുകൊണ്ടുള്ള സുപ്രീം കോടതി ഉത്തരവുണ്ടായിരിക്കുന്നു. അതുകൊണ്ട് സിദ്ദിഖിന് വേണമെങ്കിൽ മുന്നിലേക്ക് വരാം. പക്ഷേ ഇപ്പോഴും സിദ്ദിഖ് എവിടെയുണ്ടെന്ന കാര്യത്തിൽ വ്യക്തതയില്ല. ഇതോടൊപ്പം തന്നെ സിദ്ദിഖിന് ഒരു നിയമോപദേശവും ലഭിച്ചിട്ടുണ്ട്. അതായത് സ്വമേധയാ അന്വേഷണ സംഘത്തിന് മുന്നിലേക്ക് പോകേണ്ട ആവശ്യം തൽക്കാലം ഇല്ല എന്നാണ് സിദ്ദിഖിന് ലഭിച്ചിരിക്കുന്ന നിയമോപദേശം. അതായത് അന്വേഷണ സംഘം നോട്ടീസ് നൽകട്ടെ, നോട്ടീസ് നൽകുമ്പോൾ ആ ഘട്ടത്തിൽ അതിനനുസരിച്ച് പ്രവർത്തിക്കുക, അത് ആ നോട്ടീസ് നിയമവിധേയമായി തന്നെ മുന്നോട്ട് പോവുക എന്നതാണ് സിദ്ദിഖിന് ലഭിച്ചിരിക്കുന്ന നിയമോപദേശം. നേരത്തെ സിദ്ദിഖ് സ്വമേധയായി ഇന്ന് തന്നെ ഒരുപക്ഷെ അന്വേഷണ സംഘത്തിന് മുന്നിൽ തിരുവനന്തപുരത്ത് എത്തും എന്ന ചില വിവരങ്ങൾ ഉണ്ടായിരുന്നു. പക്ഷേ അതങ്ങനെ ഉണ്ടാകില്ല എന്നാണ് ഈ ഘട്ടത്തിൽ പറയുന്നത്. പക്ഷേ അപ്പോഴും ഈ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ തന്നെ സിദ്ദിഖ് എവിടെയായിരുന്നു എന്ന കാര്യം ഇപ്പോഴും ചോദ്യചിഹ്നമാണ്. കാരണം 7 ദിവസത്തോളം സിദ്ദിഖ് ഒളിവിൽ തന്നെയായിരുന്നു. കൊച്ചിയിൽ നിന്നാണ് ഒളിവിൽ പോയത്. ഇപ്പോൾ സിദ്ദിഖിന്റെ കുട്ടമശ്ശേരിയിലെ വീടാണിത്. ഇവിടെയാണ് സിദ്ദിഖ് കൂടുതലും ഉണ്ടാകാറുള്ളത്. പക്ഷേ ഇവിടേക്ക് എത്തിയിട്ടില്ല. ഇവിടെ മകൻ ഉൾപ്പെടെയുള്ളവരാണ് താമസിക്കുന്നത്. മകൻ കഴിഞ്ഞ ദിവസം സുപ്രീം കോടതിയിൽ കേസുമായി ബന്ധപ്പെട്ട് ഡൽഹിയിലുമായിരുന്നു. എന്തായാലും ഇത് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ഇപ്പോൾ മുന്നിലുണ്ട്. അന്വേഷണ സംഘത്തെ സംബന്ധിച്ചിടത്തോളം ഇനി ഇതിൽ തുടർ നടപടികളും തുടർ തീരുമാനങ്ങളും ഉണ്ടാകണം. 2 ആഴ്ചയ്ക്ക് ശേഷം കേസ് വീണ്ടും പരിഗണിക്കുന്നുണ്ട്. അപ്പോൾ കൂടുതൽ തെളിവുകൾ ഉൾപ്പെടെയുള്ളവ ശേഖരിച്ച് ഒരുപക്ഷെ അതിനിടയിൽ തന്നെ ചോദ്യം ചെയ്യൽ ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ പൂർത്തിയാക്കി ഇത്തരം കാര്യങ്ങളൊക്കെ ഉണ്ട് എന്നതടക്കമുള്ള കാര്യങ്ങളും സുപ്രീം കോടതിക്ക് മുന്നിലേക്ക് അറിയിക്കാനുള്ള ശ്രമം അന്വേഷണ സംഘത്തിന്റെ ഭാഗത്തുനിന്നുണ്ടാകും. പക്ഷേ അപ്പോഴും ഈ ഹൈക്കോടതി വിധി തിരിച്ചടിയായതിനെ തുടർന്ന് സിദ്ദിഖ് എവിടെയൊക്കെ പോയി, എവിടെയാണ് ഒളിവിൽ പോയത്, കൊച്ചിയിൽ നിന്നാണ് അദ്ദേഹം പോയത്, എവിടെയൊക്കെയാണ് പോയത്, ചില വിവരങ്ങളൊക്കെ പുറത്തു വരുന്നുണ്ട്. അതായത് ജില്ലയിൽ തന്നെ ഉണ്ടായിരുന്നു. അതോടൊപ്പം തന്നെ സമീപ ജില്ലകളിലേക്ക് കോട്ടയം, ഇടുക്കി തുടങ്ങിയ ജില്ലകളിലൊക്കെ തന്നെ സിദ്ദിഖ് ഉണ്ടായിരുന്നു എന്ന വിവരം വരുന്നുണ്ട്. മാത്രമല്ല കൊച്ചിയിൽ ഈ അപ്പീൽ നൽകുന്നതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിലൊക്കെ തന്നെ സജീവമായി ഇവിടെ ഉണ്ടായിരുന്നു. പോലീസ് ആ ഘട്ടത്തിൽ ഒന്നും ചെയ്തില്ല എന്നതടക്കമുള്ള കാര്യങ്ങളുമൊക്കെ പുറത്തേക്ക് വന്നിരുന്നു. ഇപ്പോൾ മ്യൂസിയം പോലീസ് ഇവിടെ നിന്ന് പിൻവാങ്ങിയിട്ടുണ്ടെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. അതായത് കൊച്ചിയിൽ കഴിഞ്ഞ ദിവസം വരെ ക്യാമ്പ് ചെയ്യുകയായിരുന്നു. സുപ്രീം കോടതി ഒരു തീരുമാനം വന്നതിന്റെ അടിസ്ഥാനത്തിൽ അത്തരത്തിലൊരു നീക്കം അവർ നടത്തിയിട്ടുണ്ടെന്നാണ്. എന്തായാലും അന്വേഷണ സംഘമാണ് ഇതിൽ തീരുമാനമെടുക്കേണ്ടത്. ഇപ്പോൾ സിദ്ദിഖുമായി ബന്ധപ്പെട്ട് വ്യക്തമാക്കുന്നത് ഇപ്പോൾ അന്വേഷണ സംഘത്തിന് മുന്നിലേക്ക് പോകേണ്ടതില്ല എന്നാണ്. പക്ഷേ അപ്പോഴും ഒരു ചോദ്യം, താരം എവിടെ എന്നത് തന്നെയാണ്. ഇപ്പോഴും അത് സംബന്ധിച്ചുള്ള കാര്യത്തിൽ വ്യക്തതയില്ല. ഇനി പൊതുസമൂഹത്തിന് മുന്നിലേക്ക് വരുമോ, ഇക്കാര്യങ്ങൾ വിശദീകരിക്കുമോ, എവിടെയായിരുന്നു ഇത്രയും ദിവസം എന്നടക്കമുള്ള കാര്യങ്ങൾ പറയുമോ എന്നൊന്നും ഇപ്പോഴും വ്യക്തതയില്ലാതെ ഇരിക്കുകയാണ്. എന്തായാലും അമൽ തേനംപറമ്പിലിനോട് തന്നെ ചോദിക്കാം. തിരുവനന്തപുരത്ത് നിന്നും അമൽ ചേരുന്നുണ്ട്. അമൽ, ഗുഡ് മോർണിംഗ്. ഇത്രയും ദിവസം എവിടെയായിരുന്നു എന്ന് നമ്മളൊക്കെ ചോദിച്ചുകൊണ്ടേയിരുന്നു. ഇത്രയും മുഖപരിചയമുള്ള ഒരാൾ ഇത്ര ദിവസമായി കാണാനില്ല. ഇപ്പോൾ ഒരു ആശ്വാസമായി ഇടക്കാല ജാമ്യം, അത് അറസ്റ്റ് 2 ആഴ്ചത്തേക്ക് സ്റ്റേ ചെയ്യാൻ, നിർത്തിവെക്കാൻ പറഞ്ഞിട്ടുണ്ട്. ഈ സാഹചര്യത്തിൽ എങ്കിലും ഈ ഒളിവിൽ നിന്ന് പുറത്തു വരേണ്ടതല്ലേ? എന്തുകൊണ്ടായിരിക്കും ഇപ്പോൾ അങ്ങനെ ഹാജരാവേണ്ടതില്ല സ്വമേധയാ എന്ന തരത്തിലൊരു നിയമോപദേശം ലഭിച്ചിട്ടുള്ളത്? സിദ്ദിഖിന് നിലവിൽ പുറത്തേക്ക് ഇറങ്ങുന്നതിനോ അല്ലെങ്കിൽ അന്വേഷണ ഉദ്യോഗസ്ഥർക്ക് മുന്നിൽ ഹാജരാകുന്നതിനോ മറ്റ് തടസ്സങ്ങളില്ല. അറസ്റ്റ് 2 ആഴ്ചത്തേക്ക് അറസ്റ്റ് പാടില്ല എന്നൊരു നിർദ്ദേശമാണ് കോടതിയുടെ ഭാഗത്തു നിന്നും ഉണ്ടായിരിക്കുന്നത്. ഇനി അഥവാ അറസ്റ്റ് ചെയ്യുകയാണ് എങ്കിൽ മുൻപ് നമ്മൾ എൽദോസ് കുന്നപ്പള്ളിയുടെ കേസിലൊക്കെ കണ്ടതിന് സമാനമായി തന്നെ കോടതിയിൽ ഹാജരാക്കിയ ശേഷം ജാമ്യത്തിൽ വിടണം എന്നുള്ളതാണ് നിർദ്ദേശിച്ചിരിക്കുന്നത്. അപ്പോൾ സ്വാഭാവികമായും അന്വേഷണ സംഘത്തിന് മുന്നിൽ ഹാജരായി പറയാനുള്ള കാര്യങ്ങൾ പറയാനൊരു അവസരം ഉണ്ടാകും. പക്ഷേ നിലവിൽ എന്തായാലും അങ്ങനെ സ്വമേധയാ ഹാജരാകേണ്ടതില്ല എന്നുള്ളതാണ് സിദ്ദിഖിന്റെ തീരുമാനം എന്നുള്ളതാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. അന്വേഷണ സംഘം നോട്ടീസ് നൽകും. നോട്ടീസ് നൽകിയിട്ടുണ്ടെങ്കിൽ സിദ്ദിഖ് അന്വേഷണ സംഘത്തിന് മുന്നിൽ ഹാജരായി മൊഴിയെടുപ്പിനടക്കം വിധേയനാകും എന്നുള്ളതാണ് മനസ്സിലാക്കുന്നത്. അങ്ങനെയാണ് ഏറ്റവും ഒടുവിൽ ലഭിച്ച നിയമോപദേശം എന്നുള്ളതാണ് ഇപ്പോൾ രാഗിൻ വ്യക്തമാക്കുന്നത്. അങ്ങനെയെങ്കിൽ ഇന്നിപ്പോൾ സിദ്ദിഖ് തിരുവനന്തപുരത്തേക്ക് എത്താനുള്ള അല്ലെങ്കിൽ എത്തി ഈ അന്വേഷണ സംഘത്തിന് മുന്നിൽ ഹാജരാകാനുള്ള സാധ്യത അസ്തമിക്കുകയാണ് എന്ന് തന്നെ പറയേണ്ടി വരും. നിലവിലത്തെ സാഹചര്യത്തിൽ എന്തായാലും സിദ്ദിഖിനെ സംബന്ധിച്ചിടത്തോളം 2 ആഴ്ചത്തേക്ക് ഒരു താൽക്കാലിക ആശ്വാസമുണ്ട്. അറസ്റ്റ് തടഞ്ഞിട്ടുണ്ട്. പക്ഷേ അമൽ പറയൂ.
രണ്ടാഴ്ചത്തേക്കൊരു ആശ്വാസമുണ്ട്. പക്ഷേ അതിനുശേഷം ഒരുപക്ഷെ കോടതി ഇതുവരെയും മുൻകൂർ ജാമ്യം അനുവദിച്ചു എന്ന് പറയാൻ കഴിയില്ല. രണ്ടാഴ്ചത്തേക്ക് കേസ് മാറ്റിവെച്ചിരിക്കുകയാണ്. അതുവരെയും അറസ്റ്റ് പാടില്ല എന്നാണ് പറയുന്നത്. പക്ഷേ പിന്നീട് ഈ കേസ് കോടതിയിലേക്ക് എത്തുമ്പോൾ മുൻകൂർ ജാമ്യാപേക്ഷ തള്ളുകയാണെങ്കിൽ അറസ്റ്റ് അടക്കമുള്ള നടപടികളുമായി പോലീസിന് മുന്നോട്ട് പോകാൻ കഴിയും. മാത്രമല്ല അന്വേഷണ സംഘത്തിന് മുന്നിൽ ഈ തെളിവെടുപ്പിനോടും അതോടൊപ്പം തന്നെ അന്വേഷണത്തോടും സഹകരിക്കണം എന്നൊരു നിർദ്ദേശം കോടതി ഇന്നലെ നൽകുകയും ചെയ്തിട്ടുണ്ട്. അപ്പോൾ സ്വാഭാവികമായും ഈ നോട്ടീസ് നൽകി വിളിച്ചു വരുത്തുകയാണ് എങ്കിൽ തെളിവെടുപ്പ് അടക്കമുള്ള കാര്യങ്ങളിൽ സിദ്ദിഖ് സഹകരിക്കേണ്ടി വരും. പ്ലേസ് ഓഫ് ഒക്കറൻസ്, ഈ സംഭവം നടന്ന സ്ഥലം എന്ന് പറയുന്നത് തിരുവനന്തപുരമാണ്, മസ്കറ്റ് ഹോട്ടലാണ്. അതിനാൽ തന്നെ അവിടേക്ക് അടക്കം എത്തിച്ച് തെളിവെടുപ്പ് അടക്കം നടത്തേണ്ടതുണ്ട്. അതിലേക്ക് കടക്കാനാണ് അന്വേഷണ സംഘത്തിൻ്റെ ഇപ്പോഴത്തെ തീരുമാനം എന്നുള്ളതാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. അധികം വൈകാതെ തന്നെ നോട്ടീസ് നൽകി സിദ്ദിഖിനെ തിരുവനന്തപുരത്തേക്ക് വിളിച്ചു വരുത്തും. അങ്ങനെ വിളിച്ചു വരുത്തി മൊഴിയെടുത്ത് തെളിവെടുപ്പുമായി മുന്നോട്ട് പോകാനാണ് ഇപ്പോൾ അന്വേഷണ സംഘം ആലോചിക്കുന്നത്. ആ തീരുമാനം അധികം വൈകാതെ ഉണ്ടാകും എന്നുള്ളതാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. മോദി, ശരി അമൽ. പടമുകളിലെ സിദ്ദിഖിന്റെ വീടിന് മുന്നിൽ നിന്നും ശ്യാം പ്രസാദ് ഉത്തമൻ കൂടി ഒപ്പം ചേരുന്നുണ്ട്. ശ്യാം പ്രസാദ്, ഗുഡ് മോർണിംഗ്. ഈ വീട്ടിലും ആളനക്കമൊന്നും ഉണ്ടാവാൻ സാധ്യതയില്ല. കാരണം നേരത്തെ തന്നെ നിയമോപദേശം കിട്ടിയിട്ടുണ്ട് സിദ്ദിഖിന്. ഒരു നോട്ടീസ് നൽകി വിളിച്ചു വരുത്തുന്നത് വരെ പൊതുവേദിയിൽ അല്ലെങ്കിൽ പൊതുസമൂഹത്തിന് മുന്നിലേക്ക് പ്രത്യക്ഷപ്പെടേണ്ട, അന്വേഷണ ഉദ്യോഗസ്ഥർക്ക് മുന്നിലേക്ക് വരണ്ട എന്നത് സംബന്ധിച്ച് എന്താണ് അവിടെ നൽകാൻ കഴിയുന്ന ഏറ്റവും പുതിയ വിവരങ്ങൾ? മോത്തി, അതായത് നമ്മളിപ്പോൾ ഉള്ളത് ഈ പടമുകളിലെ വീടാണ്. ഈ പടമുകളിലെ വീട്ടിലാണെങ്കിൽ ഇന്നലത്തേതിന് സമാനമായി തന്നെയാണ്. ഗേറ്റ് അടഞ്ഞു കിടക്കുകയാണ്. ഈ വീട്ടിലേക്ക് മറ്റ് വാഹനങ്ങളൊന്നും തന്നെ എത്തിയിട്ടുമില്ല. ഈ വീട്ടിൽ ആരുമില്ല എന്ന് തന്നെയാണ് അറിയാൻ കഴിയുന്നത്. വീട്ടിലൊരു പണിക്കാരൻ മാത്രമേ ഉള്ളൂ എന്നാണ് അറിയാൻ കഴിയുന്നത്. സിദ്ദിഖ് ഏറ്റവും കൂടുതൽ സമയം ചെലവഴിക്കാറുള്ള ഒരു ഇടം കൂടിയാണ് ഈ കൊച്ചിയിലെ പടമുകൾ വീട്. ഇത് മകൻ്റെ വീടാണ്. ഈ വീട്ടിൽ ഇവിടെ നിന്നാണ് സിദ്ദിഖ് അവസാനമായി പോയത് എന്നും പറയപ്പെടുന്നു. പക്ഷേ ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമെന്ന് പറയുന്നത് സിദ്ദിഖിന് നിലവിൽ കിട്ടിയിരിക്കുന്നത് രണ്ടാഴ്ചത്തെ ഒരു താൽക്കാലിക ആശ്വാസം മാത്രമാണ്. ഈ രണ്ടാഴ്ചയ്ക്ക് ശേഷം സുപ്രീം കോടതി ഈ ഹർജി പരിഗണിക്കുമ്പോൾ ഒരുപക്ഷെ സിദ്ദിഖിന് അത് മുൻകൂർ ജാമ്യമായിട്ട് കിട്ടണമെങ്കിൽ അന്വേഷണ ഉദ്യോഗസ്ഥരോട് സഹകരിക്കേണ്ടതുണ്ട്. ഒരുപക്ഷെ അന്വേഷണ ഉദ്യോഗസ്ഥരുടെ നോട്ടീസ് കിട്ടിയ ശേഷം സിദ്ദിഖ് അത്തരത്തിൽ അന്വേഷണ ഉദ്യോഗസ്ഥരുമായി സഹകരിക്കുകയും തുടർന്ന് തെളിവെടുപ്പ് ഉൾപ്പെടെയുള്ള കാര്യങ്ങളിൽ ഒരുപക്ഷെ കൂടുതൽ സഹകരിക്കുകയും ചെയ്യാനായിരിക്കും സാധ്യത എന്നാണ് ഈ സിദ്ദിഖിൻ്റെ അഭിഭാഷകരും മറ്റും വ്യക്തമാക്കുന്നത്. കാരണം ഈ രണ്ടാഴ്ച കഴിഞ്ഞ് ഈ അന്വേഷണ ഉദ്യോഗസ്ഥരുമായിട്ട് ഇയാൾ സഹകരിക്കുന്നുണ്ട് എങ്കിൽ ഒരുപക്ഷെ മുൻകൂർ ജാമ്യം ഉൾപ്പെടെയുള്ള കാര്യങ്ങളിലേക്ക് പോകാനുള്ള ഒരു സാധ്യതയും ഉണ്ടാകും. ആ ഒരു സാധ്യത കണക്കിലെടുത്ത് അങ്ങനെയുള്ള ഒരു നടപടിക്രമങ്ങളിലേക്ക് നീങ്ങാനാണ്. അങ്ങനെയെങ്കിൽ അന്വേഷണ ഉദ്യോഗസ്ഥന് മുന്നിൽ ഒരുപക്ഷെ തിരുവനന്തപുരത്ത് തന്നെ സിദ്ദിഖ് നേരിട്ട് ഹാജരാകാനാണ് സാധ്യത. ഈ വീട്ടിലേക്ക് എത്താനുള്ള സാധ്യത ഇല്ല എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഇന്നലെ ഇത് സംബന്ധിച്ച് ഈ വീട്ടിൽ സിദ്ദിഖിന് രണ്ടാഴ്ചത്തെ ഒരു താൽക്കാലിക ആശ്വാസം കിട്ടിയപ്പോൾ പോലും ഇവിടുത്തെ പ്രദേശവാസികളും മറ്റുമൊക്കെ ഈ ലഡുവും മറ്റുമൊക്കെ ഇവിടെ വിതരണം ചെയ്യുകയും ഉണ്ടായി. സിദ്ദിഖ് അത്തരത്തിൽ ഒരു കുറ്റവും ചെയ്തിട്ടില്ല എന്ന തരത്തിലാണ് ഇവിടുത്തെ പ്രദേശവാസികളും മറ്റുമൊക്കെ പറയുകയും ചെയ്യുന്നത്. എന്തായാലും അത്തരത്തിൽ സിദ്ദിഖിന് ഈ അന്വേഷണ ഉദ്യോഗസ്ഥരുടെ മുമ്പിൽ താൻ കൃത്യമായി ഹാജരാകുകയും ആ അന്വേഷണത്തോട് സഹകരിക്കുകയും ചെയ്യുന്നുണ്ട് എന്ന് ഈ രണ്ടാഴ്ചയ്ക്ക് ശേഷം ഈ ഹർജി പരിഗണിക്കുമ്പോൾ ഒരുപക്ഷെ അത് ഈ കോടതിക്ക് മുമ്പാകെ ബോധ്യപ്പെടുത്തേണ്ട ഒരു ബാധ്യത അത് സിദ്ദിഖിനുണ്ട്. അത് ബോധ്യപ്പെടുത്തിയെങ്കിൽ മാത്രമേ നിലവിലത്തെ ഈ അറസ്റ്റ് തടഞ്ഞുകൊണ്ടുള്ള ഈ ഉത്തരവ് അതൊരു മുൻകൂർ ജാമ്യത്തിലേക്ക് കടക്കുകയുള്ളൂ. അങ്ങനെ ഉള്ള ഒരു നടപടിക്രമങ്ങളിലേക്ക് നീങ്ങാനാണ് സിദ്ദിഖ് ശ്രമിക്കുന്നതെന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. മോത്തി, ശരി. ശ്യാം പ്രസാദ് ഉത്തമനും അമൽ തേനും പറമ്പിലും രാഘനുമാണ് വിവരങ്ങൾ നൽകിയത്.